താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും കുട്ടിയുടെ സ്വർണമാല മോഷ്ടിച്ച സ്ത്രീകൾ താനൂർ പോലീസിന്റെ പിടിയിൽ. എടകടപ്പുറം സ്വദേശിയായ സ്ത്രീ താനൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായത്. തമിഴ്നാട് ചെന്നൈ തമ്പുരാൻ സ്വദേശിനികളായ മഞ്ജസ്, ദീപിക എന്നിവരെയാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. മാർച്ച് 20-നാണ് താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടിയുമായി ഡോക്ടറെ കാണാനെത്തിയപ്പോൾ 1 പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ചെടുത്തത്. എടകടപ്പുറം സ്വദേശിയായ സ്ത്രീ താനൂർ പോലീസിൽ പരാതി നൽകി. ഉടൻ ആശുപത്രിയിലെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി തമിഴ്നാട് സ്വദേശിനികളായ സ്ത്രീകളെ നിരീക്ഷിച്ചു വന്നിരുന്നു. തുടർന്ന് സാമ്യമുള്ള തമിഴ്നാട്ടുകാരായ സ്ത്രീകളുണ്ടെന്ന് വിവരം കിട്ടിയാണ് ചെന്നൈ സ്വദേശികളായ 2 സ്ത്രീകളെ പിടികൂടിയത്. പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ചാനൽ ന്യൂസ് താനൂർ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.